നിങ്ങൾക്കറിയാമോ ഇലക്ഷന് ഇപ്പം പറയുന്നു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു, LDF ആണെങ്കിൽ LDF വളരെ പിന്നിലാണെന്ന് പറയുന്നു. ഒരു സ്പാർക്ക് മതി, അറിയാം, 24 മണിക്കൂറിന് മുമ്പ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഇലക്ഷൻ്റെ ട്രെൻഡ് മാറും. അതിന് എത്ര തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് ഒന്നോ കമ്മ്യൂണിസ്റ്റ് ഒന്നോ ഒന്നും പറയാനൊക്കത്തില്ല. അല്ല, അത് നേട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണ്. പ്രത്യേക സ്വയംഭരണത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ അയലോക്കത്തുകാരൻ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് വോട്ട് ചോദിച്ചാൽ അപ്പുറത്ത് വല്ല ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ ഓടി വരാൻ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യത്തില്ലേ? അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയമില്ല. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ പിടിച്ചതും സമാനമെന്ന് തന്നെയാണോ വരുന്നത്, അതോ അതിലൊരു രാഷ്ട്രീയം ഉണ്ടോ? BJPയുടെ ഒരു മുന്നേറ്റം? ഇല്ല, BJPയുടെ അവിടുത്തെ വളർച്ച, അവിടുത്തെ ആളുകൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ഹൈന്ദവ സംഘടനകളുടെ ഒരു ഏകീകരണം BJPക്ക് അനുകൂലമായ എന്നൊരു രാഷ്ട്രീയ വിരുദ്ധ അവരും ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അപ്പൊ അതൊരു അത്തരത്തിലുള്ള ഹൈന്ദവ ഏകീകരണം പൊളിറ്റിക്കലി BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ഹൈന്ദവരുടെ എല്ലാം കൂത്തയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഒന്നുമല്ല, ഹൈന്ദവ സംഘടനയിൽ ഇതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട്. അവരെല്ലാം സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരാണ്. അവരിൽ BJPക്കാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, കമ്മ്യൂണിസ്റ്റുകാർ കാണും. അതിനൊരു സംശയമില്ല. ഈ BJP സമീപകാലത്ത് സാർ ഈ വികസിത കേരളം എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രചരണം. അതായത് മറ്റ് മതം, രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു അജണ്ടയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് കേരളത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചു നോക്കുകയാണ് അവർ. ഹിന്ദുക്കളെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു മനോഭാവത്തിൽ. ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞല്ലോ, അവരുടെ നേതാവ്, ഒരു പഴയ നേതാവ് പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടില്ല, യോജിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക്. ഹിന്ദു ഐക്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ SNDP NSS കൂടി യോജിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയാൻ കഴിയും? അല്ല, അതിനെപ്പറ്റി നമുക്കറിയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ബന്ധം എന്നാണ് അതൊന്നും നമുക്ക് പറയാം, അറിയാൻ മേല. നമ്മളത് പറയുന്നത് ശരിയല്ല. ഇന്നത്തെ യോഗം ചേർന്നാൽ ഏത് തലത്തിലായിരിക്കും അതിനൊരു ഡ്രാഫ്റ്റൊക്കെ ഉണ്ടാവും, ഏതൊക്കെ തലത്തിൽ ചേരണം എന്ന കാര്യങ്ങളൊരു സംവിധാനം ഉണ്ടാവില്ല. ഈ SNDP NSS ഐക്യം ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും അവർ ഐക്യം ഉണ്ടാവുക, അതായത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിലപാടുകൾ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. ഒരു മതത്തിനോട് ഞങ്ങൾക്ക് എതിരല്ല, ഒരു സമുദായത്തിനോട് എതിരല്ല. എല്ലാവരോടും സഹകരിച്ചു പോകണം, ജനാധിപത്യം നിലനിൽക്കണം. അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, എല്ലാവരോടും ഒരു സമദൂരം തന്നെ. ഇതൊക്കെ അതിന് വിരോധം വരുന്ന, അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കത്തില്ല. പണ്ട് വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു, സൗദാര്യ ആചാര്യനും ശങ്കർ തമ്മിൽ നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്തൊരു ഐക്യം ഉണ്ടായിരുന്നു. 58 വിമോചന സമരത്തിന് സമയത്ത് ചേർന്നു. കൂടി 2012 ഒന്ന് ചേർന്നു. പക്ഷെ ഇതൊന്നും അധികം നാൾ നീണ്ടുപോകുന്ന കണ്ടിട്ടില്ല. അതൊക്കെ അന്ന് ഈ പ്രശ്നങ്ങൾ, ഈ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സംവരണ വിഷയവും അങ്ങനെയുള്ള കാരണങ്ങൾ. നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ക്യാമ്പയിനാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിൽ മുസ്ലിം വിഭാഗം ഉൾപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്. എനിക്കറിയാൻ പറ്റില്ല എന്താണ്. ഞാനിപ്പോൾ ഈ രണ്ട് കാര്യത്തെ പറ്റി പറയുന്നുള്ളൂ. NSSും SNDPയും തമ്മിൽ സഹകരിച്ചു പോകുന്നത് തെറ്റില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ വില കഴിച്ചുകൊണ്ടുള്ള സഹകരണമൊന്നും ഇല്ല. ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഇതിനോടൊക്കെ സഹകരിച്ച് പോകാനാണ് ഐക്യത്തോടെ പോകാൻ. വയറ് നിറച്ച് കിട്ടിയില്ല.